ഇന്ന് ഒക്ടോബർ 2 ഭരണത്തിന്റെ തണലിൽ ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർക്കെതിരെ നാമജപവുമായി ആയിരങ്ങൾ തെരുവിലിറങ്ങിയ ദിനം. 2018 ഒക്ടോബർ 2 ശബരിമലയിലെ ആചാര ലംഘന ശ്രമങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് സ്ത്രീകൾ നാമജപവുമായി പന്തളത്ത് ഒത്തുകൂടിയത്. നാമജപയാത്രയുടെ 6ാം വാർഷികമായി ഇന്ന് പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ മാളികയ്ക്ക് മുമ്പിൽ വീണ്ടും ഭക്തർ ഒത്തുകൂടും. അന്നത്തെ നടക്കുന്ന ദൃശ്യങ്ങൾ ഇന്നും വിശ്വാസികളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അതിലേക്ക് ആദ്യം ഇതാണിതാണു കാണുവിൻ, വരൂ വിഭൂതി നൽകുവിൻ, മഹാടവി തടങ്ങളിൽ വിരാട ഹിന്ദു സംഗമം. ഇപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ മാളികയ്ക്ക് മുമ്പിൽ വീണ്ടും ഭക്തർ ഒത്തുകൂടുകയാണ്. നാമജപവുമായിട്ടാണ് ഒത്തുകൂടിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. വാർഷികമായ ഇന്ന് പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ മാളികയ്ക്ക് മുമ്പിലാണ് വീണ്ടും ഭക്തർ ഒത്തുകൂടിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി സിജി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, 6ാം വാർഷിക ദിനമായ ഇന്ന് നിരവധി ഭക്തരാണ് പന്തളം കൊട്ടാരത്തിന്റെ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു അനുസ്മരണം. കേരളം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത നാമജപവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമുറിയുടെ സ്മരണാർത്ഥമാണ് ഇപ്പോൾ നിരവധി ഭക്തർ ഒത്തുകൂടിയിരിക്കുന്നത്, അല്ലേ? സുരേഷ്, തീർച്ചയായും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ ഹൈന്ദവ ഭക്തർക്ക് വലിയ ഊർജമായി മാറിയ ഒരു മുന്നേറ്റമായിരുന്നു 2018 ഒക്ടോബർ 2 പന്തളത്ത് തുടങ്ങിയത്. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെയും ആഹ്വാനമില്ലാതെ പന്തളം കൊട്ടാരത്തിന്റെ മാത്രം ഒരു നിർദ്ദേശം സ്വീകരിച്ച് ഏതാണ്ട് 1 ലക്ഷത്തോളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് 6 വർഷങ്ങൾക്ക് മുൻപ് പന്തളത്തിന്റെ ഈ തെരുവിലേക്ക് നാമജപവുമായി ഇറങ്ങിയത്. ശബരിമലയിൽ അധികാരത്തിന്റെ ഗർവിൽ CPM തങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ശബരിമലയിൽ CPM തങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാൻ, ആചാരങ്ങളെ ചവിട്ടി മെതിക്കാൻ ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എന്താണ് മാർഗമെന്ന് പന്തളം കൊട്ടാരം വിവിധ ഹൈന്ദവ സംഘടനകളുമായി കൂടി ആലോചിച്ചിരുന്നു. അങ്ങനെയാണ് ഒക്ടോബർ 2 നാമജപത്തോടുകൂടി പ്രതിഷേധം ആരംഭിക്കാം എന്ന തരത്തിലേക്ക് തീരുമാനമുണ്ടായി. എന്നാൽ അത് വലിയ ഒരു ക്യാമ്പയിനായി മാറിയിരുന്നില്ല. പറഞ്ഞു കേട്ട് അറിഞ്ഞു മാത്രം എത്തിയ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളാണ് അന്ന് ഈ സർക്കാരിനുമൊപ്പം വിവിധ സംഘടനകൾക്കുമൊക്കെ കൃത്യമായ മറുപടി നൽകിയത്. ഹൈന്ദവ വിശ്വാസങ്ങൾക്കുമേൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം ഉണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യപ്പെടുമെന്ന കൃത്യമായ സന്ദേശം നൽകാൻ അന്ന് ഒത്തുകൂടിയ ആ നാമജപ ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞിരുന്നു. പന്തളത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വിശ്വാസികളെയും വലിയ ആശ്വാസം നൽകിയ ഒരു ഒത്തുചേരലായിരുന്നു. അതിന്റെ വാർഷികമാണ് ഇപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ മാളികയ്ക്ക് മുൻപിൽ ഇപ്പോൾ നടക്കുന്നത്. അന്ന് മുഖ്യ സംഘാടകനായ ശിവകുമാരവർമ്മ ഇന്നിപ്പോൾ ഇല്ല. അദ്ദേഹം കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ മുൻപിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ ഒരു ചടങ്ങ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വലിയൊരു ആൾക്കൂട്ടത്തെ ഇന്ന് ഇവിടേക്ക് പന്തളം കൊട്ടാരമോ അതിന്റെ സംഘാടകരോ പ്രതീക്ഷിക്കുന്നില്ല. അന്ന് ഈ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ ഏതാനും ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ചില സംഘടനാ പ്രതിനിധികളെ മാത്രമാണ് ഇവിടേക്ക് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രക്ഷോഭം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സ്ത്രീകൾ മുന്നിൽ നിന്ന് നടത്തിയ വലിയൊരു പ്രക്ഷോഭമായിരുന്നു. അതിന്റെ 6ാം വാർഷികമാണ് ഇപ്പോൾ. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കണ്ട വലിയ പ്രക്ഷോഭങ്ങളിലൊന്ന് സമാനതകളില്ലാത്ത പ്രതിഷേധമുറ. കാരണം സർക്കാരിന്റെ, പോലീസിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ അതിക്രമങ്ങൾക്കെതിരെ തീർത്തും സമാധാനപരമായി
ഭക്തർ നാമജപവുമായിട്ടാണ് മുന്നോട്ട് വന്നത്. കൊച്ചുകുട്ടികളടക്കം സ്ത്രീകളടക്കം അപാലവൃദ്ധം ജനങ്ങൾ അത്തരത്തിലുള്ള ഒരു സമരമുറ സ്വീകരിച്ചത് കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരുപക്ഷെ ലോകത്തെവിടെയും അത്തരത്തിലുള്ള സമരമുറകൾ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആണ് സമാനതകളില്ലാത്ത ഒരു സമരം എന്ന് പറയുന്നത്. അങ്ങനെ നാമജപവുമായി ഭക്തർ തങ്ങളുടെ ആ മന്ത്രവുമായി ആ മന്ത്രമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ പ്രതിഷേധം ശക്തിപ്പെടുത്തുമ്പോൾ അതിനു മുമ്പിൽ തോറ്റമ്പുന്ന ഒരു കാഴ്ചയാണ് സർക്കാർ സംവിധാനങ്ങൾ. അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്മരണയുടെ ആ ഒരു സ്മരണാർത്ഥം 6ാം വാർഷികത്തിലേക്ക് എത്തുമ്പോൾ കേരളം മുഴുവൻ ഭക്തർ മുഴുവൻ അത് ഏറ്റെടുക്കുകയാണല്ലേ? തീർച്ചയായും കേരളത്തിലെ മുഴുവൻ ഹൈന്ദവ വിശ്വാസികൾ, കേരളത്തിൽ നിന്ന് ലോകത്തിലെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് വലിയൊരു ഇന്ധനമായി മാറിയ, അല്ലെങ്കിൽ അവരുടെ ആചാര വിശ്വാസങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ ഒരു വലിയ ശക്തി ഉണ്ടായെന്നതിന്റെ വലിയ സന്ദേശം നൽകിയ ദിനമാണ് ഒക്ടോബർ 2 എന്നത്. 2018 അതിന് കേരളം സാക്ഷ്യം വഹിച്ചതാണ്. CPM-ന്റെ കണ്ണു തുറപ്പിക്കൽ അല്ലെങ്കിൽ യുവതി പ്രവേശന പ്രക്ഷോഭത്തിൽ ഒന്നുകൂടി പുനർചിന്തനം നടത്താൻ CPM-നെ പോലും അത്തരത്തിലേക്ക് ഒന്ന് ചലിപ്പിക്കാൻ സാധിച്ചത് അന്നത്തെ വലിയ കൂട്ടായ്മയാണ്. പന്തളം കൊട്ടാരമാണ് ഇന്ന് ആഹ്വാനം ചെയ്തെങ്കിൽ പോലും പന്തളം കൊട്ടാരം പോലും ഇത്രത്തോളം വലിയൊരു ജനപങ്കാളിത്തം എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ സംഘാടകരായ പന്തളം കൊട്ടാരത്തെയും ഒപ്പം NSS-നെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് വലിയ ജനക്കൂട്ടം ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഒപ്പം വിദേശത്തു നിന്നുൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അത് വലിയ തരംഗമായി മാറുകയായിരുന്നു. പിന്നീട് രാജ്യത്തുടനീളം നടന്ന നാമജപ ഘോഷയാത്രകൾക്ക് തുടക്കവും അതിന്റെ ഊർജ്ജവും ഇന്ധനവും എല്ലാം പന്തളത്ത് നടന്ന ആ നാമജപ ഘോഷയാത്രയായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് സന്നിധാനത്തുൾപ്പെടെ നാമജപവുമായി പ്രതിഷേധവുമായി ഭക്തർ ഒത്തുകൂട്ടുന്ന സാഹചര്യ കാര്യങ്ങൾ എത്തിയത്. നാമജപം ഒരു പ്രധാന ആയുധമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ, കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ നല്ലൊരു പ്രതിരോധ മാർഗം നാമജപമാണ് എന്നത് ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഒരു മുഹൂർത്തം കൂടിയാണ് 2018 ഒക്ടോബർ 2 എന്നത്. എന്തായാലും അതിന്റെ 6ാം വാർഷികമാണ് ഇന്നിപ്പോൾ പന്തളം കൊട്ടാരത്തിന്റെ തിരുവാറന്മാളയ്ക്ക് മുൻപിൽ സംഘടിപ്പിക്കുന്നത്. എല്ലാ വർഷവും ഇപ്പോൾ ഒക്ടോബർ 2 ആചാര സംരക്ഷണ ദിനമായി പന്തളം കൊട്ടാരവും ആചാര സംരക്ഷണ സമിതിയും ഒപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഭക്തജന സംഘടനകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണയും അത്തരം ചടങ്ങുകളിലേക്ക് നടക്കുകയാണ്. നാമജപത്തോടു കൂടി തന്നെയാണ് ഇന്നും ആ ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഇന്ന് പന്തളം കൊട്ടാരത്തിൽ നടക്കുന്ന ഈ ചടങ്ങുകളിൽ ഉള്ളത്. വിപുലമായ ഒരു വലിയ പരിപാടിയിലേക്ക് കടക്കുന്നില്ല. എന്നാൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഇന്നത്തെ ഈ പരിപാടിയിലുള്ളത്. KP ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എങ്കിലും കേരളം മുഴുവൻ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികൾ, ആ വിശ്വാസികൾ ഒരിക്കലും മറക്കില്ല ശബരിമലയിൽ ഇടതുപക്ഷ സർക്കാർ കാണിച്ച അതിക്രമം. ആ ഇടതുപക്ഷ അതിക്രമത്തിന് ഒത്താശ ചെയ്ത വലതുപക്ഷ പ്രത്യയശാസ്ത്രവും ഒരിക്കലും ഒരു മലയാളിയും മറക്കില്ല, ഒരു പ്രത്യേകിച്ചൊരു ഹൈന്ദവ വിശ്വാസിയും മറക്കില്ല. അതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാർ, കുറച്ചുപേർ മാത്രമാണ് അവിടെ ഒത്തുകൂടിയിട്ടുള്ളെങ്കിലും അതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അനവധി ആൾക്കാർ മനസ്സുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുക്കുകയാണല്ലേ? തീർച്ചയായും KP അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ ദിവസവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാതെയുമാണെങ്കിലും ഒക്കെ ആളുകളുടെ പ്രതികരണങ്ങൾ കൃത്യമായി കണ്ടാൽ മനസ്സിലാകും. മനസ്സുകൊണ്ട് വലിയൊരു ആത്മവിശ്വാസം ഹൈന്ദവ സമൂഹത്തിന് നൽകാൻ സാധിച്ച ഒരു ദിനം കൂടിയാണ് 2018 ഒക്ടോബർ 2 എന്നത്. കാരണം ഈ ശബരിമല യുവതി പ്രവേശന വിധി വന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പന്തളം കൊട്ടാരം എത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആചാരങ്ങളെ സംരക്ഷിക്കുക എന്നത് ഒരു വലിയ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഹൈന്ദവ സമൂഹത്തിന് കൃത്യമായ ഒരു സന്ദേശം നൽകുകയും അത് കരുത്തുറ്റ ഒരു സംവിധാനമുണ്ട് എന്ന മെസ്സേജ് കൃത്യമായി നൽകാൻ സാധിച്ചതും 2018 ഒക്ടോബർ 2 ചേർന്ന ഈ നാമജപ ഘോഷയാത്രയിലൂടെയാണ്. അത് എന്തായാലും ഹൈന്ദവ സമൂഹത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ലോകത്തിന്റെ എല്ലായിടത്തും ആചാര സംരക്ഷണ ദിനമായി ഈ ദിനം ആഘോഷിക്കുന്നുണ്ട്. ശബരിമല കർമ്മസമിതിയും ഒപ്പം അയ്യപ്പ സേവാ സമാജം പോലെയുള്ള ഈ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന സംഘടനകളും ഈ ദിനത്തെ ആചാര സംരക്ഷണ ദിനമായി ഏറ്റെടുത്ത് അത്തരം ആഘോഷങ്ങളിലേക്ക്, അത്തരം ചടങ്ങുകളിലേക്കൊക്കെ ഒരു കടക്കു തുറന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം അത് ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് ക്ഷേത്രങ്ങളും അവർ ആചാരാനുഷ്ഠാനങ്ങളും എത്രത്തോളം വൈകാരികമാണ് എന്നത് പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് നേരെ നടക്കുന്ന എന്തെങ്കിലും കടന്നുകയറ്റത്തെ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കാൻ കഴിയും എന്നതിന്, അല്ലെങ്കിൽ എത്രത്തോളം സംഘടിതമാണ് ഹൈന്ദവ സമൂഹം എന്നതിന് കൃത്യമായ ഒരു മെസ്സേജ് നൽകിയ ദിനമാണ് 2018 ഒക്ടോബർ 2 എന്നത്. അതിന്റെ ആഘോഷം അല്ലെങ്കിൽ അതിന്റെ അനുസ്മരണം ഇപ്പോൾ നടക്കുമ്പോൾ അതിന്റെ മുഖ്യ സംഘാടകനായിരുന്ന പന്തളം
കൊട്ടാരത്തിന്റെ അന്നത്തെ നിർവാഹക സംഘം പ്രസിഡന്റ് ശശികുമാര വർമ്മ ഈ സംഘാടകരോടൊപ്പം ഇല്ല. അതിന്റെ അനുസ്മരണം അവർ അല്പസമയം മുൻപ് പറയുകയുണ്ടായി. ഇന്നിപ്പോൾ ഈ വേദിയിൽ അയ്യപ്പന്റെ ചിത്രത്തോടൊപ്പം തന്നെ അവർ ശശികുമാര വർമ്മയുടെ ചിത്രവും വെച്ചിരുന്നു. ആ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അവരിപ്പോൾ നാമജപമായ ആ ചടങ്ങുകളിലേക്ക് ആരംഭിച്ചത്. അല്പസമയത്തിനകം തന്ത്രി മഹേഷ് മോഹനര് പന്തളത്തേക്ക് എത്തും. മഹേഷ് മോഹനരാണ് ഈ ചടങ്ങ് ഇതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം നിർവഹിക്കും. ഒപ്പം തന്ത്രി അക്കിരവൺ കാളിദാസ ഭട്ടതിരിപ്പാട് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒപ്പം വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ശബരിമലയെ ബന്ധപ്പെട്ട ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെയും പ്രതിനിധികളെയും ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അത്തരം ക്ഷണിക്കപ്പെട്ട ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളതെങ്കിലും കെ പി സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തിന്റെ പല കോണുകളിലുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകിയ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും ആ ദിവസവുമായി ബന്ധപ്പെട്ട ഒരു ആചാര സംരക്ഷണ ദിനമായി ആചരിക്കുകയാണ്. കെ പി ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു ഹൈന്ദവ വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കുമ്പോൾ ഇവിടെ പന്തളം കൊട്ടാരത്തിന് തിരുവാഭരണ മാളികയ്ക്ക് മുമ്പിലാണ് നിരവധി ഭക്തർ ഒത്തുകൂടിയിരിക്കുന്നത്, ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ ഒത്തുകൂടിയിരിക്കുന്നത്. മറ്റെന്തൊക്കെ പരിപാടികളാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിട്ടുള്ളത് ഉമേഷ്? കെ പി നമ്മൾ പ്രധാനമായും ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന നാമജപം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. അല്പസമയത്തിനകം തിരുവാഭരണ പേടകം ചിരത്തിലിരുന്ന ഗുരുസ്വാമി കൊളുത്തുകാൽ ഗംഗാധര പിള്ളയും ഒപ്പം അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾ ഇവിടേക്ക് എത്തും. അവരുടെ നേതൃത്വത്തിലുള്ള ശരണംവിളിയുണ്ട്. ഇപ്പോൾ നാമജപം അവിടെ ആരംഭിച്ചതിനു ശേഷം ശരണംവിളികളോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര് ഇവിടേക്ക് അല്പസമയത്തിനകം എത്തും. അദ്ദേഹം ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. ഒപ്പം അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രതിയായും ഒപ്പം തന്ത്രി മുഖ്യൻ കാളിദാസ ഭട്ടതിരിപ്പാട് ഇവിടേക്ക് എത്തും. അദ്ദേഹവും ഈ വേദിയിലുണ്ടാകും. അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുക. ഒപ്പം പന്തളം കൊട്ടാരത്തിന്റെ പ്രതിയായി പന്തളം മുൻ ഈ പ്രക്ഷോഭകാലത്തൊക്കെ നേതൃത്വം നൽകിയ നാരായണവർമ്മ തമ്പുരാനുണ്ട്. അദ്ദേഹവും ഇന്ന് ഈ ചടങ്ങിന്റെ ഭാഗമായി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഒപ്പം വിവിധ ഹൈന്ദവ സാമുദായിക സംഘടനാ നേതാക്കന്മാരെയും ഒപ്പം അന്ന് ഈ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ സംഘാടനത്തിലുണ്ടായിരുന്ന ആളുകളെയും ഒക്കെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ അനുസ്മരണവും ഓർമ്മയും ഒക്കെ ഇന്നത്തെ ചടങ്ങുകളുടെ ഭാഗമായി ഇവിടെ ഉണ്ടാകും. യെസ്, 2018 ഒക്ടോബർ 2 ശബരിമലയിലെ ആചാരലംഘന ശ്രമങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് സ്ത്രീകൾ നാമജപവുമായി പന്തളത്ത് ഒത്തുകൂടിയത്. നാമജപയാത്രയുടെ 6ാം വാർഷികമായ ഇന്ന് പന്തളം കൊട്ടാരത്തിന്റെ തിരുവാഭരണ മാളികയ്ക്ക് മുമ്പിലാണ് വീണ്ടും ഭക്തർ ഒത്തുകൂടിയിരിക്കുന്നത്.